Welcome to Isha's Kitchen. വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പായ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് പപ്പായൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, പിന്നെ 1/2 കപ്പ് ശർക്കരപ്പാവ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്, 10 ഈത്തപ്പഴം ഞാൻ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഈ പായസം നമ്മൾ കുക്കിയൊന്നും ചെയ്യാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പപ്പായൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ശർക്കരപ്പാവിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്ക് പപ്പായയും ഈത്തപ്പഴവും എല്ലാം മിക്സിയിൽ അടിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ മാത്രം അടിച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് നന്നായി ഉടച്ച് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ആ രീതിയിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ പപ്പായ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ പപ്പായൊക്കെ വേവിച്ചുണ്ടാക്കുന്നതിനേക്കാളും വളരെ ഹെൽത്തിയാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര തന്നെ കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി കേട്ടോ. ഈ പായസത്തിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും നെയ്യിൽ വറുത്തിരുന്നില്ല. അപ്പം അതിന് പകരം നമുക്ക് കുറച്ച് പപ്പായ ചെറിയ പീസായി കട്ട് ചെയ്തതും കുറച്ച് അണ്ടിപ്പരിപ്പും ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒന്നിതിലിട്ട് കൊടുക്കാം. ഒന്ന് കടിക്കാനുണ്ടാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ഈസിയും ആയിട്ടുള്ള പപ്പായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.